ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അമ്പലവയൽ മേഖലയിലൊക്കെ ഇപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് വലിയ തോതിൽ ശബ്ദം കേട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സമഗ്രമായ രീതിയിൽ ഇവിടെ എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ? ഇതാണ് പ്രശ്നം. അതായത് ഇത് മൾട്ടി ഇഷ്യൂസാണ്, വൈവിധ്യങ്ങളാർന്ന ഇഷ്യൂസാണ്. അതായത് ഉരുൾപൊട്ടലോ മലയിടിച്ചിലോ മാത്രമല്ല. നിങ്ങൾ ഈ മേഘവിസ്ഫോടനം എന്നുള്ള വാക്ക്, ചക്രവാത ചുഴി എന്നുള്ള വാക്ക്, കള്ളക്കടൽ എന്നുള്ള വാക്ക് ഇതൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒറീസ, ആന്ധ്രാപ്രദേശ്, ബംഗാൾ തുടങ്ങിയ ഈ ബംഗാൾ ഉൾക്കടലിന്റെ വശങ്ങളിൽ ഉണ്ടായിരുന്ന അതേ സംഭവങ്ങൾ ഈ വെസ്റ്റേൺ കോസ്റ്റിൽ, ഈ പശ്ചിമ തീരത്ത് ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിന്റെയും ബ്രോൺ ഏരിയയാണ് കേരളം. ഇതാണ് 2021 IPCC റിപ്പോർട്ടും നാസ അനാലിസിസും അസംബ്ലി കൊണ്ടുവന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇത് അപകടകരമായ ഒരു സോണിലാണ് മൊത്തം കേരളം നിൽക്കുന്നത്. ആ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കി ക്ലൈമറ്റ് ചേഞ്ച്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് അസംബ്ലി തീരുന്നതിന് മുമ്പും അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞ വാക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങളെ കാണാതെ പോകുന്നു. ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾ കാണാതെ പോകുന്നു. ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യണം. എല്ലാ വികസന കാര്യങ്ങളിലും, എല്ലാ നയരൂപീകരണത്തിലും പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ അതിന്റെ പ്രധാന ഘടകം ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. അത് ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 2021 മുതൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് കേരളയിൽ എതിർത്തത്. കേരളയിൽ 300 കിലോമീറ്റർ 30 അടി ഉയരത്തിലെ എംബാങ്ക്മെന്റ് ആയിരുന്നു. ബാക്കി 200 കിലോമീറ്റർ റെയിലിന്റെ 2 വശത്തും 10 അടി ഉയരത്തിലുള്ള മതിലായിരുന്നു. എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി പോലും നടത്താതെ അത്തരം വികസന പദ്ധതികളിലേക്ക് പോകാൻ പറ്റാവുന്ന സ്ഥിതിയിലല്ല കേരളം. കേരളം വൾണറബിളാണ്, അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഏത് വലിയ വികസന പ്രോജക്ട് വന്നാലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകടം മനസ്സിലാക്കി നയരൂപീകരണം നടത്തണം. ഗവൺമെന്റ് അത് സഹകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അതിപ്പോ ബോധ്യമാവുമല്ലോ ഓരോ ദിവസം തോറും. ഇപ്പൊ പെട്ടിമലയിൽ, പുത്തുമലയിൽ, കവളപ്പാറയിൽ, മുണ്ടകയിൽ 4 പ്രധാനപ്പെട്ട ദുരന്തങ്ങളായില്ലേ. 1000-ലധികം ആളുകളല്ലേ എല്ലാത്തിലും കൂടി മരിച്ചു നിൽക്കുന്നു കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത്. അതിന്റെ അപകടം മനസ്സിലാക്കിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകണം. ഗവൺമെന്റുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സംഘർഷത്തിനും പോകില്ല. ഞങ്ങൾ ഇന്നലെയും ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് സർക്കാരുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചിട്ട് പോകണം. ഒരു സംഘർഷത്തിലും പോകേണ്ട ആവശ്യമില്ല. പരമാവധി ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ സർക്കാരുമായി ചേർന്ന് നിന്ന് ചെയ്തു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ തീരുമാനം. പൊളിറ്റിക്കലായ തീരുമാനം കൂടി അതാണ്. ഒരു തരത്തിലും എല്ലാത്തിലും കൂടെ ഉണ്ടാവും.